റെയിൽവേ മ്യൂസിയത്തിലെ ബാക്കി വിശേഷങ്ങൾ കണ്ടാലോ? ഈ കാണുന്നത് അന്നത്തെ രാജകുടുംബത്തിലുള്ളവർ ട്രാവൽ ചെയ്യുമ്പം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബോഗിയാണ്. പിന്നെ ഇവിടെ പല പല മിനിയേച്ചർ വേർഷൻസ് ഓഫ് ഈ റെയിൽവേ പാർട്സുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ്സ്, ട്രാക്കുകൾ, അങ്ങനെ ഓരോന്നോരോന്നും ചെറിയ മിനി വേർഷനിലുണ്ടായിരുന്നു. അതിൻ്റെ ഒറിജിനലും അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കുകളൊക്കെ ഉണ്ട്. പിന്നെ നല്ല തണലൊക്കെ ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ. അങ്ങനെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള ടോയ് ട്രെയിൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ അതിലേക്ക് ഏകദേശം പോകാനുള്ള ടൈമും ഞങ്ങൾക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ 50 റുപ്പീസാണ് വരുന്നത്. ടി നമ്മളടുത്ത് ട്രെയിനിൽ വന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യുന്ന പോലെ ഇത് ഓപ്പറേറ്റ് ആക്കുന്ന ആൾ നമ്മളടുത്ത് വന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇസു എന്തായാലും അവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇറ്റ് മെയ്ഡ് മീ ഫീൽ സോ ഹാപ്പി. രാവിലെ കുറച്ചധികം സ്ഥലങ്ങൾ നടന്നുകൊണ്ട് നല്ല കാലുവേദന ഉണ്ടായിരുന്നു. അതിനുകൊണ്ട് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ കയറി സീറ്റിലിരുന്നിട്ടുണ്ടായി. എൻ്റെ കൂടെ പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും വന്നിരുന്നിട്ടോ. എല്ലാവർക്കും ക്ഷീണമുണ്ടല്ലോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ട്രെയിനെടുത്ത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് ഒരു ഭയങ്കര പീസ്ഫുള്ളായിട്ട് അവിടെ എൻജോയ് ചെയ്ത് അവിടെ ഉള്ളതെല്ലാം നമുക്ക് ഇങ്ങനെ പോയി കാണാം കേട്ടോ. ഇത് മാത്രമൊന്നുമല്ല, പണ്ട് എൻജിനീയേഴ്സ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന കാറ്, പിന്നെ ട്രാക്കുകൾ ഡിസ്പ്ലേ, ഇത് ഒറിജിനൽ ട്രാക്കിൻ്റെ ഡിസ്പ്ലേ ആണ്. പിന്നെ ഓരോരോ ട്രെയിനിൻ്റെ ലാസ്റ്റ്, ട്രെയിനിൻ്റെ ഫ്രണ്ട്, അങ്ങനെ എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പോരാതെ കുറേ സ്റ്റാമ്പ് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഓപ്പറേഷൻ യൂണിറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും വിസിറ്റ് ചെയ്യണേ ഇവിടെ.